ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ ഉള്ളിലെ മോഹൻലാൽ ഫാൻ പെട്ടെന്ന് തട്ടി വന്ന ഈ 2 ദിവസത്തിലായിരുന്നു. ഫുൾ ട്രെയിലർ കണ്ട് ഞാൻ ആകെ ഓണായി. പിന്നെ ഒന്നും നോക്കിയില്ല, കറുത്ത ഡ്രസ്സ്, കറുത്ത പാൻറ്, കറുത്ത ടോപ്പൊക്കെ ഇട്ടിട്ട് പോകേണ്ടിയിരുന്നു. പോകുന്നതിന് മുമ്പ് കോക്കിൻ്റെ, ഷസാമിൻ്റെ, അങ്ങനെ കുറേ റിവ്യൂവേഴ്സിൻ്റെ, ഉണ്ണി വ്ളോഗ്സിൻ്റെ ഒക്കെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു മിക്സഡ് ആയിട്ടാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അത്ര പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിക്കൊക്കെ ഞാൻ പോകാൻ തീരുമാനിച്ചു, എസ്പെഷ്യലി കോക്കിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ. അങ്ങനെ ഞാൻ കയറിക്കഴിഞ്ഞ് പിന്നുണ്ടായ 3.25 മണിക്കൂർ എങ്ങനെ പോയി എന്ന് എനിക്കറിയാം. ഇൻ്റർനാഷണൽ ലെവൽ എന്ന് പറഞ്ഞ പോലെ തന്നെ പടം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ്റെ എൻട്രി ഒക്കെ റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു. ലാലേട്ടൻ ഫുള്ളായിട്ട് ത്രൂ ഔട്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫുൾ ടൈം ഓൺ ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഡയറക്ഷനും ക്യാമറയൊന്നും ഒന്നും പറയാല്ല. മ്യൂസിക് പ്രത്യേകിച്ചും ദീപക് ദേവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു അന്താരാഷ്ട്ര പടത്തിൽ ലാലേട്ടൻ്റെ നരസിംഹം പോലെ, ലൂസിഫർ പോലെയൊക്കെ ഡയലോഗ്സ് മലയാളത്തിൽ കിട്ടണം, പഞ്ച് ഡയലോഗ് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കും. ദിസ് മൂവി ഈസ് എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ എവറി മലയാളി. ആൻഡ് സോ ദ ഡയറക്ടർ പൃഥ്വിരാജ്.